ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദാശരഥിയുടെ വദനം മന്ദഹാസത്താൽ പ്രശോഭിതമായി. അമാത്യന്മാരായ ജയന്തൻ, ദൃഷ്ടി, വിജയൻ, സിദ്ധാർത്ഥൻ, രാഷ്ട്രവർദ്ധനൻ, അശോകൻ, ധർമ്മപാലൻ, സുമഹാബലവാനായ സുമന്ത്രർ എന്നിവരെ വിളിച്ചു. മഹാരാജ ദശരഥന്റെയും മന്ത്രിമാരായിരുന്ന അവർ നീതി നിപുണരും മഹാത്മാക്കളും സർവശാസ്ത്ര വിദ്യാധരന്മാരുമാണ്. സ്നേഹഹൃദയന്മാരും കുലീനന്മാരും നയതന്ത്രങ്ങളിൽ മഹാവിഘ്നരുമായ അവരോട് പുഷ്പക സിംഹാസനത്തിൽ നിന്നിറങ്ങിയ രഘുപതി ചോദിച്ചു, കഴുകന്റെയും കൂമന്റെയും വാദത്തിന് എന്തു ചെയ്യണം? ശ്രീരാമചന്ദ്രന്റെ വദനബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട് അവർ നിന്നു. മന്ദസ്മിതത്തോടെ അരജവരേന്ദ്രൻ കഴുകനോട്, ഹേ ഗൃധ്രമേ, അങ്ങയുടെ കൂട് നിർമ്മിച്ചിട്ട് എത്ര കാലമായി? അറിയുമെങ്കിൽ സത്യം പറയൂ. കഴുകൻ കാകുത്സ്ഥനോട് മറുപടി ഊതി, രാമചന്ദ്രപ്രഭോ, ഈ പാറത്തട്ടിൽ ജനിച്ച മനുഷ്യന്മാർ എന്നാണോ ജീവിതം തുടങ്ങിയത്, അന്നു മുതലേ എൻ്റെ ഗൃഹമുണ്ട്. സാകൂതം കൂമനെ നോക്കിയപ്പോൾ ആ പക്ഷിശ്രേഷ്ഠൻ, മഹാപ്രഭുവായ തമ്പുരാനെ, ഈ പാരിടം മാമരങ്ങളാൽ എന്നു മുതൽ ശോഭിച്ചുവോ അന്നു മുതൽ എൻ്റെ ഭവനം ഉണ്ടായതായിട്ടാണ് അറിവ്. ഇത് കേട്ട രഘുവീരൻ സഭ്യന്മാരോട് അരുളി ചെയ്തു, വൃദ്ധനില്ലാത്തത് സഭയല്ല, ധർമ്മം പറയാത്തവർ വൃദ്ധന്മാരല്ല, സത്യത്തോടു കൂടാത്തത് ധർമ്മമല്ല, അല്പമെങ്കിലും വ്യാജം കലർന്നത് സത്യവുമല്ല. എല്ലാം അറിവുണ്ടായിട്ടും ചിന്തയോടെ മിണ്ടാതിരുന്നാൽ ആ സഭാവാസികൾ വേണ്ടത് പറയാത്തവരും വെറും ഭോഷ്കുരയ്ക്കുന്നവരുമാകുന്നു. അറിഞ്ഞിട്ടും കാമത്താലോ ക്രോധത്താലോ ഭയത്താലോ ഉത്തരം പറയാത്തവൻ 1000 വരുണപാശം സ്വയമായി ബന്ധിക്കുകയാണ്. 1000 വർഷങ്ങൾ പിന്നിട്ടാൽ അതിൽ ഒരു കയറേ അഴിയൂ. അതുകൊണ്ട് സത്യമറിയുന്നവൻ സത്യം നേരിട്ട് പറയണം. അവനീ തൻ്റെ അഭിപ്രായമറിഞ്ഞ അമാത്യന്മാർ കാകുത്സ്ഥനോട് ഉണർത്തി, രാജരാജേശ്വര, കൂമനാണ് സത്യം പറഞ്ഞത്, കഴുകനല്ല എന്നാണ് തോന്നിയത്. ഏതൊന്നിനും പ്രമാണമായിട്ടുള്ളത് അവിടുന്നാണല്ലോ. നൃപനാണ് എല്ലാവർക്കും മഹാഗതിയായിട്ടുള്ളത്. നാട്ടുകാർക്കെല്ലാം നാരായ വേരായിട്ടുള്ളത് മറ്റാരുമല്ല. അനശ്വര ധർമാർത്ഥം നൃപൻ തന്നെയല്ലേ. മന്നവൻ അനുശാസിച്ചു പോരുന്ന മനുഷ്യന്മാർ ഒരിക്കലും നരകത്തിൽ പോകുകയില്ല. കൃതാന്തനാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് ആ നരോത്തമന്മാർ. സജീവകരന്മാരുടെ വാക്കുകേട്ട ദാശരഥി ചിരിച്ചുകൊണ്ട് പുരാണത്തിൽ വിശദമാക്കിയൊരു കഥ ഞാൻ പറയാം, കേൾക്കുവിൻ. ആദി മധ്യാവസാനങ്ങൾ ഇല്ലാത്ത അമ്പരതലവും അർക്കചന്ദ്രഗ്രഹങ്ങളും സുപ്രകാശങ്ങളായ നക്ഷത്രങ്ങളും വൻകാടുകൾ, മാമലകൾ, ജീവജാലങ്ങൾ എന്നീ ചരാചരങ്ങളോട് കൂടിയ മുപ്പാരുകളും മഹാപ്രളയജലത്തിൽ ആണ്ടുപോയപ്പോൾ മഹാമേരുവിനേക്കാൾ വലുതായി വിലസുന്ന ഏതൊരു ദേവദേവനാണോ ഏകനായി അവശേഷിച്ചത്? സർവ്വ ഐശ്വര്യങ്ങളോട് കൂടിയ മേദിനി ഏതൊരുവൻ്റെ തിരു ഉദരത്തിലാണോ പോയി ഒളിച്ചത്? സർവഭൂതാത്മാവായ ഏതൊരു ദേവൻ സ്വൈര്യവിശ്രമത്തിന് ഭൂമിദേവിയെ വിട്ട് അനേകകാലം ആഴിമധ്യത്തിൽ സുഷുപ്തിയിലാർന്നുവോ? അമേയ മഹാദ്യുതിയാർന്ന ആ ദേവദേവൻ മഹാവിഷ്ണു പള്ളി ഉറങ്ങുമ്പോൾ ബ്രഹ്മാവും ആ വയറിനകത്തായി. യോഗാഭ്യാസാദികളിൽ അദ്വിതീയനായ വിധാതാവ് പുറത്തേക്ക് വരുവാൻ വഴി കാണാതെ ധ്യാനനിരതനായി തീർന്നു. പൊൻതണ്ടാരൊന്ന് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ഉയർന്നപ്പോൾ യോഗബലവിദ്യയാൽ സൃഷ്ടാവ് പുറത്തേക്ക് ആ നാളം വഴി പോന്നു. അനേക ദിവ്യവർഷങ്ങൾ വൻ തപസ്സു ചെയ്ത് നാൻമുഖൻ ക്രമത്തിൽ സൃഷ്ടിക്കുവാൻ ഒരുങ്ങി. ഭൂമി, വായു, പർവ്വതങ്ങൾ, മരങ്ങൾ, സർപ്പങ്ങൾ, മനുഷ്യന്മാർ എന്നിവയെ ഉഗ്രതപോവൃത്തിയാൽ നിർമ്മിച്ചു. ജരായുജങ്ങൾ, അണ്ഡജങ്ങൾ, ഉദ്ഭിജങ്ങൾ തുടങ്ങിയ പ്രജകൾ പാർത്തലത്തിൽ നിറഞ്ഞു. അന്ന് കർണകമലത്തിൽ നിന്ന് മധു, കൈടവൻ എന്നു പേരുള്ള 2 അസുരന്മാർ ഉണ്ടായി. ഘോരരൂപമാർന്ന ആ ദുരാസദർ മഹാവീര്യമുള്ള ദാനവന്മാരായിരുന്നു. അവർ ബ്രഹ്മാവിനെ കണ്ട് കോപിച്ച് ക്രോധാന്തരായി അതിശക്തിയോടെ അസുരവരന്മാർ ആത്മയോനിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. ഭയതരളിതനായ നാൻമുഖൻ വല്ലാത്ത ഒരൊച്ചയിട്ടു. ശ്രീഹരി തന്നെ ആ രാക്ഷസ മുഖ്യന്മാരോട് എതിർത്തു. തൃച്ചക്രം കൊണ്ട് അവരുടെ കഴുത്തറുത്തു. അവരുടെ മേധസ്സുകൊണ്ട് ഭൂമി മുഴുവൻ കുതിർന്നുപോയി. വിശ്വംഭരനായ ജനാർദ്ദനൻ ഭൂമിയെ വീണ്ടും പരിശുദ്ധമാക്കി. നിർമ്മല പാരിടത്തിൽ മരങ്ങൾ നിറഞ്ഞു. പലവിധ സസ്യ ഔഷാദികൾ എല്ലായിടത്തും ഉണ്ടായി. മേധോഗന്ധത്താലാണ് ഭൂമിക്ക് മേദിനി എന്ന പേർ തന്നെ ഉണ്ടായത്. അതുകൊണ്ട് ഒന്ന് തീർച്ച, കൂട് കൂമൻ്റേതാണ്, കഴുകൻ്റെ അല്ല. അന്യഭവനം കയ്യേറിയ ഈ കഴു ശിക്ഷാർഹനും കൂടിയാണ്.
പാപാത്മാവായ ഈ ദുഷ്ടൻ കൂമനെ ഉപദ്രവിക്കുന്നു. സഭയിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ട് ഒരു അശരീരി ആകാശത്തിൽ നിന്ന് സുവ്യക്തമായി ഇങ്ങനെ കേട്ടു: മഹാദേവ, തപോവീര്യത്താൽ ആദ്യത്തിൽ തന്നെ വെന്തുകഴിഞ്ഞ കഴുകനെ നിഗ്രഹിക്കരുതേ. ഗൗതമ മാമുനിയാൽ അനേകകാലം തപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാരാജാവാണ് ഈ കഴു. സത്യവ്രതനും പരിനിർമ്മലനും ശൂരനുമായ ഈ ഭൂപാലന്റെ പേർ ബ്രഹ്മദത്തൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ അരമനയിൽ ഒരു ദ്വിജവരൻ ചെന്ന് ഒരു വർഷക്കാലം ഭക്ഷണമേകുവാൻ അപേക്ഷിച്ചു. സസന്തോഷം ബ്രഹ്മദത്തൻ തന്നെത്താൻ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നു. അർഘ്യപാദ്യങ്ങളെ കൊണ്ട് ഉപചരിച്ച് ഹൃദ്യമായ അന്നം പ്രതിദിനം നൽകി. അന്നൊരു ദിവസം ആ മഹാന്റെ ഭോജ്യപദാർത്ഥങ്ങളിൽ മാംസവും പെട്ടുപോയി. കുപിതനായ മാമുനി ഉഗ്രമായ ശാപമാണ് പെട്ടെന്ന് കൊടുത്തത്: ഹേ രാജൻ, അങ്ങ് മാംസഭക്ഷകനായൊരു കഴിവായി തീരട്ടെ. ചെയ്യരുതേ, അങ്ങനെ കൽപ്പിക്കരുതേ, പ്രസാദിക്കണേ. സുതപസ്സി ആയ ധർമ്മജ്ഞ, ഞാൻ ഒട്ടും തന്നെ അറിഞ്ഞിട്ടില്ല മാംസത്തെപ്പറ്റി. മഹാനുഭാവനായ ബ്രഹ്മഋഷി, ശാപമോക്ഷവും അവിടുന്ന് അരുളി ചെയ്യണേ. അറിയാതെ പറ്റിയതാണെന്ന് മനസ്സിലാക്കിയ മുനീന്ദ്രൻ രാജസത്തമ ഇക്ഷ്വാകു വംശത്തിൽ ദശരഥ നന്ദനായി ശ്രീ അംബുജലോചനൻ അവതരിക്കും. നരപാലക, അദ്ദേഹം അങ്ങയെ സ്പർശിച്ചാൽ ഈ പാപം ഒഴിയും. അശരീരി കേട്ട ശ്രീരാമചന്ദ്രദേവൻ ഭൂപാലകനെ തൊട്ടൊഴിഞ്ഞു. പെട്ടെന്ന് ഗൃദ്ധരൂപം പോയി തൽസ്ഥാനത്ത് ദിവ്യഗന്ധാനുലേപനായി ദിവ്യാത്മാവായ ബ്രഹ്മദത്ത നരേന്ദ്രൻ ആവിർഭവിച്ചു. തൊഴുതുകൊണ്ട് മഹാഭാവുവായ രഘുരാമ, ധർമ്മജ്ഞനായ അവിടുത്തെ കാരുണ്യത്താൽ ഘോരാഘോരമായ നരകത്തിൽ നിന്ന് ഞാൻ കയറി. ഉഗ്രശാപമോക്ഷം അവിടുന്ന് എനിക്കേകി. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.